മുസ്ലിം ലീഗ് SDPI കോൺഗ്രസ് കൂട്ടുകെട്ടാണ് സംസ്ഥാനത്തുള്ളതെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ. തിരുവനന്തപുരം പാങ്ങോട് പഞ്ചായത്തിൽ കോൺഗ്രസിൻ്റെ വോട്ട് മറിച്ച് നൽകിയത് SDPI ജയിപ്പിച്ചു. കേരളത്തിൽ നിന്നും BJP MP ജയിച്ചതും കോൺഗ്രസിൻ്റെ വോട്ട് കൊണ്ടാണെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. വിവരങ്ങളുമായി ഇപ്പോൾ ഷമ്മി പ്രഭാകർ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ഷമ്മി, വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് സമ്മേളനം അഡ്രസ്സ് ചെയ്യുന്ന സമകാലിക രാഷ്ട്രീയത്തെ സംബന്ധിച്ച്, പൂർവ്വകാല രാഷ്ട്രീയത്തെ സംബന്ധിച്ചൊക്കെ വിശദമായി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമകാലിക രാഷ്ട്രീയം എന്ന് പറയുന്നത് തൃശ്ശൂരിൽ BJP ജയിപ്പിക്കുന്നതും മറ്റ് പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ SDPI പോലെയുള്ള തീവ്ര മതകക്ഷികളുമായുള്ള കോൺഗ്രസിൻ്റെ കൂട്ടുകെട്ട് അത് ബോധ്യമാക്കുന്ന രാഷ്ട്രീയം, അതാണ് സമകാലികമായ ഏറ്റവും വലിയൊരു ഭീഷണിയായി, മതേതരത്തിന് ഭീഷണിയായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് ഷമി? അജിംഷാദ്, CPIM സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് മാർച്ച് 6-ന് ആരംഭിക്കുകയാണ്. അതിയായിട്ടാണ് ഇപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഇവിടെ മാധ്യമങ്ങളെ കണ്ടത്. സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയത്തെ സംബന്ധിച്ച് കൃത്യമായി MV ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടിയുടെ ടക്കം കഴിഞ്ഞ ഒരു 3 വർഷക്കാലത്തിനിടയിൽ വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളുടെ അടക്കം കമ്മിറ്റികളിൽ വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. സംസ്ഥാനത്തെ ഏതാണ്ട് 40 ലോക്കൽ കമ്മിറ്റികളിൽ വനിതാ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ, 3 ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിമാരായി വനിതകൾ വന്നിട്ടുണ്ട്. അങ്ങനെ സമൂഹത്തിന്റെ സമസ്ത മേഖലയിൽ നിന്നുമുള്ള ആൾക്കാർ ധാരാളമായി പാർട്ടിയിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമ്മേളനത്തിന്റെ പ്രധാനപ്പെട്ട ചർച്ചകളെ സംബന്ധിച്ചാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. രാജ്യത്തെ ഏറ്റവും ചെറുക്കേണ്ട കാര്യമായി വർഗീയത മാറിയിരിക്കുന്നു. നിയോ ഫാസിസം വലിയ തോതിൽ വർദ്ധിക്കുകയാണ്. കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ എല്ലാ ഭരണകൂട സംവിധാനങ്ങളെയും അവരുടെ കൈക്കുള്ളിലേക്ക് ആക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ എല്ലാ മേഖലയിലും ചരിത്രത്തെ അടക്കം തിരുത്തിക്കൊണ്ടുള്ള പാഠങ്ങൾ അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ വർഗീയതയ്ക്കെതിരായ ശക്തമായ പ്രതിരോധം തീർക്കുക എന്നുള്ളത് തന്നെയാണ് CPIM-ന്റെ സംസ്ഥാന സമ്മേളനത്തിൽ ആദ്യമായി തന്നെ ലക്ഷ്യമിടുന്നത്. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാവിയിലേക്കുള്ള ഭാവി കേരളത്തിനായി രേഖ സംബന്ധിച്ചുള്ള ചർച്ച ഈ സമ്മേളനത്തിൽ ഉണ്ടാവും. കഴിഞ്ഞ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ രേഖ അവതരിപ്പിച്ചത്. അത് സംബന്ധിച്ച് ഒരു റിവ്യൂ ഈ സമ്മേളനത്തിൽ ഉണ്ടാവും. ഏതൊക്കെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞു, ഇനി എന്തൊക്കെയാണ് നടക്കേണ്ടത് തുടങ്ങിയുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് സമഗ്രമായി തന്നെ കേരളം ചർച്ച ചെയ്യും. അതുപോലെ തന്നെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചപ്പോഴാണ് അജിംഷാദ് നേരത്തെ പറഞ്ഞ വിഷയങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. കേരളത്തിലെ വർഗീയ ശക്തികളെല്ലാം ഒന്നടങ്കം ചേർന്നുകൊണ്ട് CPIM-നെ ഇടതുപക്ഷത്തെയും ആക്രമിക്കാനുള്ള എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുന്നു. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ പാങ്ങോട് പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ കോൺഗ്രസിന് ഏതാണ്ട് 500 വോട്ട് കിട്ടിയ സ്ഥാനത്ത് ഇത്തവണ SDPI-യുടെ സ്ഥാനാർത്ഥി ആ പഞ്ചായത്ത് വാർഡിൽ വിജയിച്ചിരിക്കുന്നു. അതേസമയം തന്നെ കോൺഗ്രസിന് 180 വോട്ടായി അവിടെ കുറയുന്ന സാഹചര്യം. അതുപോലെ തന്നെ ശ്രീവരാഹം വാർഡിൽ ഇടതുപക്ഷത്തിന് മണ്ഡലം കഴിഞ്ഞു. BJP അവിടെ മാനിത്തമുണ്ട് എന്ന അവരുടെ ഒരു വീരവാദം അവിടെ നടപ്പിലായില്ല തുടങ്ങിയ കാര്യങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഒപ്പം തന്നെ ഹിന്ദു വർഗീയ ഫാസിസം അതിശക്തമായി ഇടതുപക്ഷത്തിനെതിരായും CPM-നെതിരായും സംസ്ഥാനത്ത് കൈകോർക്കുന്ന സാഹചര്യവുമുണ്ട്. അതായത് എല്ലാ വർഗീയവാദികളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇടതുപക്ഷത്തെ തകർക്കാനും സർക്കാരിനെതിരായും വലിയ നീക്കങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യം CPIM-ന്റെ സംസ്ഥാന വരുന്നത്. അതുപോലെ തന്നെ സമൂഹത്തെ മുഖ്യമായ വിഷയങ്ങളെ സംബന്ധിച്ചും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മരുന്നിന് ലഹരിക്കെതിരായിട്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു വലിയ മുന്നേറ്റം, ഒരു പാർട്ടി എന്നുള്ള ഭേദമില്ലാതെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. അതുപോലെ തന്നെ റാഗിങ്ങിനെതിരായും ഒരു ബഹുജന കൂട്ടായ്മ ഉയർന്നു വരണം. അങ്ങനെ സമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങളിലെല്ലാം തന്നെ ചർച്ച ചെയ്യുന്ന ഭാവി കേരളത്തിലേക്കുള്ള വഴികാട്ടിയാകുന്ന സമ്മേളനം തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക എന്നുള്ളത്. ഒപ്പം തന്നെ മാധ്യമങ്ങൾ പ്രതിപക്ഷത്തിന്റെ വികസന വിരോധ രാഷ്ട്രീയത്തെ ഇനിയും പിന്തുണയ്ക്കരുത് എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതുപോലൊരു പ്രതിപക്ഷം ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ എന്നാണ് MV ഗോവിന്ദൻ മാസ്റ്റർ ചോദിച്ചത്. ഏത് വികസന പ്രവർത്തനം വന്നാലും അതിന് കയറി കുറുകെ നിൽക്കുന്ന സമീപനമാണ് ഇപ്പോൾ പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. ഇത് മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത സമീപനം സംസ്ഥാനത്തെ. അത് തന്നെ ഷമ്മി, കാരണം കഴിഞ്ഞ തവണത്തെ രേഖ അവതരിപ്പിച്ച രേഖയുമായി ബന്ധപ്പെട്ട് കേരളിന്റെ കാര്യവും മാധ്യമപ്രവർത്തകർ അതിനെ ചാരി അദ്ദേഹത്തോട് ചോദിച്ചു. അത് അദ്ദേഹം കൃത്യമായി പറഞ്ഞു. 20 മിനിറ്റ് കൊണ്ട് ഏതാണ്ട് 29 ട്രെയിനുകളോളം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും തരത്തിലേക്കായിരുന്നു കേരളിന്റെ സങ്കല്പം.
20 മിനിറ്റ് കൊണ്ട് കേരളത്തിൻ്റെ ഏത് കോണിൽ നിന്നും ഒരാൾക്ക് കേരളത്തിൻ്റെ ഏതൊരു കോണിലേക്കും പോകാനാകുന്ന വിധം അതിനെയാണ് പ്രതിപക്ഷം ഈ സംഘപരിവാർ ശക്തികളുമായി ചേർത്ത് നിന്ന് തോൽപ്പിച്ചത്. ഇക്കാര്യങ്ങളുടെ അപകടം സംബന്ധിച്ച് സംസ്ഥാനത്തിൻ്റെ പൊതു താല്പര്യത്തിന് വിരുദ്ധമായി നിന്ന കേരളത്തിലെ പ്രതിപക്ഷം സംബന്ധിച്ചൊക്കെ അദ്ദേഹം വരച്ചിട്ടു. ഷമി, തീർച്ചയായും എടുത്തു പറഞ്ഞു. അതായത് രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷമാണ് പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വികസന വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായി അവർ മാറിയത്. കഴിഞ്ഞ തവണ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ വികസനം അടിസ്ഥാന മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസന കാര്യത്തിൽ റോഡുകൾ, അതുപോലെ തന്നെ സ്കൂളുകൾ, പഴയ സ്കൂളുകളുടെ അവസ്ഥയും കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നിർമ്മിച്ച പുതിയ സ്കൂളുകൾ, പാലങ്ങൾ, അങ്ങനെ വികസനത്തിന്റെ കാര്യത്തിൽ ഒന്നാം പിണറായി സർക്കാർ എടുത്ത വലിയ ചുവടുവയ്പ്പുകൾ രണ്ടാം പിണറായി സർക്കാരിന് തുടർച്ചയ്ക്ക് വഴിയൊരുക്കി എന്ന് പ്രതിപക്ഷം തിരിച്ചറിഞ്ഞു. ആ ഒരു സാഹചര്യത്തിലാണ് രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ എല്ലാത്തരത്തിലുള്ള വികസനത്തിനും കുറുകെ നിൽക്കാനുള്ള നീക്കത്തിലേക്ക് പ്രതിപക്ഷം മാറിയത്. അക്കാര്യം ചൂണ്ടിക്കാണിച്ചത് കേന്ദ്ര സർക്കാർ കേരളയിൽ എപ്പോൾ അനുമതി നൽകിയാലും നടപ്പിലാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വികസന കാര്യങ്ങളെ സംബന്ധിച്ചും ഇത്തരത്തിലുള്ള ഒരു വാദഗതി അംഗീകരിക്കാൻ കേരളത്തിലെ ജനത തയ്യാറല്ല. വികസിത രാജ്യങ്ങളുടെ നിലവാരത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം. ഒരു മൂന്നാം പിണറായിന്റെ ഈ സംസ്ഥാന സമ്മേളനമടക്കം അതാണ് ലക്ഷ്യമിട്ടത്. കേരളത്തിലെ ജീവിത അടിസ്ഥാന സൗകര്യ വികസനം പിന്നെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും തല ജനങ്ങളെ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ട്. അദ്ദേഹം ചോദിച്ചൊരു ശരി, സമഗ്രമായ വിവരങ്ങളാണ് ഷമ്മി പ്രഭാകർ നൽകിയത്. അങ്ങനെ അത്തരത്തിൽ ദാരിദ്ര്യത്തിൻ്റെ അല്ലെങ്കിൽ പട്ടിണിയുടെ പങ്കുവെക്കലല്ല തങ്ങൾ ഉദ്ദേശിക്കുന്നത്. എല്ലാ ജനതയുടെയും ജീവിത നിലവാരം ഉയർത്തുന്ന ഒരു പ്രത്യയശാസ്ത്ര അവബോധത്തിലാണ് യഥാർത്ഥത്തിൽ കേരള സർക്കാർ നീങ്ങുന്നത് എന്ന കാര്യവും ഗോവിന്ദ മാഷ് പറഞ്ഞു. അതാണ് ഷമ്മി അതിൻ്റെ വിശദാംശങ്ങളിൽ സൂചിപ്പിച്ചത്.